ആദ്യമായി തന്നെ നിങ്ങളോട് എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. കാരണം കുറച്ച് ദിവസമായിട്ട് എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റിയില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഞാൻ വൈറൽ ഫീവർ പിടിച്ചിട്ട് വീട്ടിൽ കിടക്കുകയാണ്. അപ്പോൾ എനിക്ക് വീഡിയോസ് ഒന്നും ചെയ്യാനും പറ്റിയില്ല. ചെയ്ത വീഡിയോസ് എഡിറ്റ് ചെയ്യാനും പറ്റിയില്ല. നല്ല ഹെവി ഡോസുള്ള മെഡിസിൻ കഴിച്ചിട്ട് ഇപ്പം സുഖമായിട്ടില്ല. പക്ഷേ കുറേ ദിവസമായിട്ട് വീഡിയോസ് ഇടാത്തതുകൊണ്ട് എനിക്ക് തന്നെ എന്തോ ഒരു പോലെ. അപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ആ ഐലൻഡിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊന്ന് വയ്യാണ്ട് ഞാൻ എഡിറ്റ് ചെയ്തു, ഒരു വിധത്തിലൊക്കെ എഡിറ്റ് ചെയ്തത്. അത് മാത്രമല്ല, ഇതിപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഒരു കുറേ വർഷം പഴക്കമുള്ളൊരു ബാർ, അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഒരു ബാറിനെ കുറിച്ചുള്ളൊരു വീഡിയോ. അപ്പോൾ അവിടെ നിറയെ മ്യൂസിക് ഉണ്ടായിരുന്നു. അത് കോപ്പിറൈറ്റ് വരും, അതുകൊണ്ട് ആ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ സൗണ്ട് വോയിസ് ഡൗൺ ചെയ്തിട്ടുള്ളത്. എൻ്റെ മുഖം കണ്ട ഞങ്ങൾക്ക് അറിയാം ഞാൻ എത്ര ക്ഷീണിതനാണെന്നുള്ളത്. അതുകൊണ്ടാണ് വീഡിയോസ് ഇടാൻ പറ്റാതിരുന്നത്. ക്ഷമിക്കുക. ഇനി അങ്ങോട്ട് ഒരു 3-4 ദിവസം കഴിയുമ്പോഴേക്ക് ഞാൻ അസുഖമൊക്കെ ഭേദമാകുമ്പോൾ ഞാൻ വീഡിയോസ് ചെയ്യാം. നല്ല നല്ല വീഡിയോസുകളൊക്കെ ഞാൻ പിന്നീട് ഇട്ടുതരാം. അപ്പോൾ നമുക്ക് ഈ കൊപ്പയാങ് ഐലൻഡിലെ ഒരു ഹിപ്പി ബാറിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഇടുന്നത്. അത് കണ്ടിട്ട് അഭിപ്രായമൊക്കെ അറിയിക്കുക. എന്നാലും ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. എന്നാലും വീഡിയോ ചെയ്യാത്തതുകൊണ്ട് കുറേ സൈഡിലെ വീഡിയോ ചെയ്യാത്ത, അതുകൊണ്ട് ചെയ്യുന്നതാണ്. ഈ ഒരു വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ഒന്ന്, ഈ ഹിപ്പി ബാറിൽ ഞാൻ 2 പ്രാവശ്യം പോയിട്ട് തന്നെ അവർ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കാതെ മടക്കി വിടുകയായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ പ്രശ്നം ഇങ്ങനെ നമ്മുടെ ഹിപ്പി വില്ലേജിൻ്റെ ഓണറെടുത്ത് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇടപെട്ടിട്ടാണ് എനിക്കിങ്ങനെ വീഡിയോ ചെയ്യാൻ ചാൻസ് തന്നത്. അതും അവരൊരു ചെറിയൊരു സമയം തന്നിട്ട്, ഇത്രയും സമയം കൊണ്ട് ഇത്ര ഏരിയകളൊക്കെ ഷൂട്ട് ചെയ്യാവൂ എന്നുള്ള കുറേ ഡിമാൻഡ്സൊക്കെ വെച്ചിട്ടാണ് ഞാനത് ഷൂട്ട് ചെയ്തത്. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഷൂട്ട് ചെയ്തത്. അതിന് കാരണം ഈ ഒരു ലൊക്കേഷൻ അവർ ഇംഗ്ലീഷ് മൂവികൾക്ക് സിനിമ ചിത്രീകരണത്തിന് വേണ്ടി കൊടുക്കുന്നതാണ് മെയിനായിട്ട്. അവർക്ക് കസ്റ്റമേഴ്സ് വരണമെന്നുള്ള താല്പര്യമൊന്നുമില്ല. അപ്പോൾ എന്തിനാ വേറെ ആൾക്കാർ വന്ന് യൂട്യൂബ് ചെയ്തിട്ട് അവിടെ ആരെങ്കിലും പോകുന്നതൊന്നും ശരിക്കും അവർക്ക് ഇഷ്ടമല്ല. അവിടെ കുറേ ഹിപ്പികളുടെ ഒരു പ്രത്യേക ഒരു ഇതാണ്. അപ്പോൾ എന്തായാലും നമുക്കിങ്ങനെ അതുകൊണ്ടായിരിക്കാം വീഡിയോസ് വരാത്തത് യൂട്യൂബിൽ കൂടുതലൊന്നും. അപ്പോൾ ഞാനത് കുറച്ച് കഷ്ടപ്പെട്ടിട്ട് ചെയ്ത വീഡിയോ ആണ്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം. അവിടെ തന്നെ വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഈ ഓണർ ജയിലിലൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു കുട്ടി മുകളിലത്തെ നിലയിൽ നിന്ന് താഴേക്ക് വീണിട്ട് വലിയ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവുകയും പിന്നീട് അത് കേസാവുകയും, ഒരു ടൂറിസ്റ്റ്, ഒരു വിദേശത്തുള്ള ഒരു കുട്ടിയായിരുന്നു, ചെറിയ കുട്ടി. അപ്പോൾ പക്ഷേ ആ ഓണറുടെ സ്വാധീനം ഉപയോഗിച്ചിട്ട് അയാൾ പിന്നീട് ആ ബാറ് വീണ്ടും റീ ഓപ്പൺ ചെയ്ത്, അങ്ങനെ ഒരു ഹിസ്റ്ററിയൊക്കെ അതിനുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ആരും ഷൂട്ട് ചെയ്യുന്നൊന്നും ഇഷ്ടമല്ല. അത്യാവശ്യം ആരെങ്കിലും പ്രൊഫഷണൽ അല്ലാതെ അവിടെ പോകുന്ന ആരെങ്കിലും ക്യാമറ എടുത്തിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. ഞാനിത് അവിടെ ഷൂട്ട് ചെയ്യാൻ പോയപ്പോൾ അയാൾ എന്നെ വളരെ മോശമായ രീതിയിലായിരുന്നു എന്നോട് സംസാരിച്ചതൊക്കെ. എന്തായാലും ഈ വീഡിയോ കാണുക, എന്നിട്ട് കമൻ്റ് അയക്കുക. ഈ ഹിപ്പി ബാറ് ഫുള്ള് മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ബാറ്. അതും ഇത് കണ്ടില്ലേ, മനസ്സിലായി, ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഒരുപാട് വർഷം പഴക്കമുള്ള മരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയ ഒരു പ്രത്യേക ഒരു രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു ബാറാണിത്. ഫുള്ള് മൊത്തം മരം കൊണ്ട്, ഒരുപാട് വർഷം പഴക്കമുള്ള മരം കൊണ്ട് ചെയ്തിട്ടുള്ളൊരു ബാർ. ഇവിടെ ഒരുപാട് പ്രത്യേകതകളുണ്ട്, നിങ്ങളൊന്ന് കണ്ടു നോക്കാം ഇത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വന്നപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞ ഒരു കാഴ്ച എന്ന് പറയുന്നത്, ഈ ബാറിൻ്റെ പേര് തന്നെ ഹിപ്പി എന്നാണ്. അപ്പോൾ ഈ ഹിപ്പികളാണ് ഇവിടെ. നല്ല നീളമുള്ള മുടിയാണ്. എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 1.5 മീറ്റർ നീളം ഉണ്ടാവും. അയാൾ മുടി കെട്ടി വെച്ചിരിക്കുകയാണ്. അതാണ് ഹിപ്പി എന്ന് പറയുന്നത്. അവരുടെ ആ ഒരു സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണത്, ഹിപ്പികളുടെ. എന്താ പറയുക, ഞാൻ എവിടുന്ന് എങ്ങനെ കാണിക്കണം, എന്ത് കാണിക്കണമെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. ഇതാണ് ഇതിൻ്റെ മെയിൻ ഫ്രണ്ടിലെ എലിവേഷൻ. ഒരു ഷിപ്പിൻ്റെ രൂപത്തിലാണ് ഇവരിത് ചെയ്തിട്ടുള്ളത്. ഉള്ളിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കയറി വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക വൈബാണ്, ഒരു പ്രത്യേക തരം
രൂപകൽപ്പനയാണ് ഇവരിവിടെ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ വളരെ പഴയ, അതായത് ഇതിൻ്റെ ഹിസ്റ്ററി ഞാനൊന്ന് ഇവിടെ നിന്നൊന്ന് ചോദിച്ച് മനസ്സിലാക്കട്ടെ ആദ്യം. ഇതിൻ്റെ ഫ്രണ്ട് ഒരു ബോട്ടിൻ്റെ ഒരു മാതൃകയിലാണ് ഇവരിത് ചെയ്തിട്ടുള്ളത്, ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ആണിത്. ഇത്രയും വലിയൊരു ഏരിയയാണ് ഈ ഒരു ബാർ ആൻഡ് റെസ്റ്റോറൻറ്റ് ചെയ്തിട്ടുള്ളത്. കൊപ്പയ ഐലൻഡിലെ ഇപ്പി ബാർ എന്നുള്ള വിശേഷങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിമനോഹരമായ കാഴ്ചയാണ്, സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അതിമനോഹരമായ കാഴ്ച എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ കാഴ്ച. ഇപ്പി ബാറിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. ഇവിടെ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു പെയിന്റിങ് വെച്ചിട്ടുണ്ട്. ഇത് എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ മനസ്സിലാക്കേണ്ടി വരും. എനിക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്, പക്ഷെ എന്തായാലും ചെയ്ത പെയിന്റിങ് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇവിടെ വേറൊരു ചെറിയൊരു കൗണ്ടർ. ഇവിടെ ഇവർ ജ്യൂസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കൗണ്ടർ കൈകാര്യം ചെയ്യുന്നത് ഇതാ ഇവരാണ്. ഇപ്പോൾ ജ്യൂസിൻ്റെ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ വേറൊരു സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പൂൾ ടേബിൾ ഉണ്ട്. ഇവിടെ ആൾക്കാർ ഇവിടുത്തെ ലോക്കൽസ് തന്നെയാണ്, അവർ പൂൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ പേരുണ്ട്. എല്ലാവരും പേരെടുത്തൊന്നും പരിചയപ്പെടുത്തില്ല, ഞാനെല്ലാവരെയും പരിചയപ്പെട്ടു. ഇവിടെ അതിമനോഹരമായ ഒരു ബാർ കൗണ്ടർ. ഇതിനുള്ളിൽ കയറി വരുമ്പോൾ ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയറാണ്. ഇത് കണ്ടില്ലേ, അതിമനോഹരമായ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ സെറ്റപ്പ്. മൊത്തം മരം. ഇവിടെ ഒരു ഫയർ പ്ലേസ് ഉണ്ട്. ഇത് എപ്പോഴും ഇങ്ങനെ പുകഞ്ഞുകൊണ്ടേ ഇരിക്കും എന്നാണ് പറയുന്നത്. ഈ ബാറ് ഓപ്പൺ ചെയ്തിട്ട് 20 വർഷമായി. ഈ 20 വർഷമായിട്ട് ഇവിടെ ഈ പുക എപ്പോഴും, അതായത് ഈ തീ അണയാതെ ഇവർ ഇങ്ങനെ ഉണ്ടാവും. ഇവിടെ തീ അണയുന്നതിന് മുമ്പ് കണ്ടില്ലേ, ഇവിടെ മരക്കമ്പുകൾ കൊണ്ടുവച്ചിട്ടുണ്ട്, അതിലേക്ക് എപ്പോഴും ഇതിവിടെ ഇങ്ങനെ പുകഞ്ഞുകൊണ്ടേയിരിക്കും. ഇവിടെ ഇതിനുള്ളിൽ തന്നെ ചെറിയൊരു സുവനീർ ഷോപ്പും നമുക്ക് കാണാൻ പറ്റും. ഇത് കണ്ടിട്ട് എനിക്ക് എന്താ പറയേണ്ടത് എന്നുള്ളത് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. കാരണം അത്രക്ക് ഭംഗിയുണ്ട് ഇവരിത് ചെയ്തത്. ഇതുണ്ടല്ലേ, ഇതൊരു സോവനീർ ഷോപ്പാണ്. ഇതിനുള്ളിൽ തന്നെ വളരെ മനോഹരമായ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. കണ്ടിട്ട് എനിക്ക് തന്നെ ഭയങ്കര അത്ഭുതം തോന്നുന്നു. അപ്പം ഞാൻ കാണുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ വീഡിയോസ് കാണുന്നവരുടെ മുമ്പിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഇതൊക്കെ ഇവരിവിടെ വെക്കാൻ വെച്ചിരിക്കുന്നതാണ്. കണ്ടില്ല, നമ്മൾ ഇപ്പി ബാറിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുകളിൽ ചെറിയൊരു ഹട്ടുണ്ട്, അവിടെയൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്, ഫുഡൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനുള്ളിൽ നിറയെ ടൂറിസ്റ്റുകളുണ്ട്. ഇതിൽ വരികയാണെങ്കിൽ നമ്മൾ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഈ കോണിപ്പടി കയറി മുകളിലേക്ക് പോയി കഴിഞ്ഞാലുള്ള കാഴ്ച നമുക്കൊന്ന് കാണാം. അതായത് ഒരു എന്താ പറയുക, ഒരു കാടിൻ്റെ ഉള്ളിൽ പോയ ഒരു പ്രതീതി. പക്ഷെ ഇതിൻ്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, എന്ത് രസമുള്ള വ്യൂ നോക്ക്. പുറത്തേക്ക് നോക്കുമ്പോൾ കടലും കടലിൻ്റെ കാഴ്ചകളും. വാവ്. ലെഫ്റ്റിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു 4-5-6 പേർക്കൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കാനും ഡ്രിങ്ക്സ് കഴിക്കാനൊക്കെ ഉള്ള, ഇവിടെ വേറെ പല മഹാന്മാരുടെയും ഫോട്ടോസും ഒക്കെ ഇവിടെ ഇവരിങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൽ ഇത് കണ്ടില്ലേ, നമ്മുടെ ഗാന്ധിജി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ എനിക്ക് ഒരു എപ്പിസോഡിലൊന്നും തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഞാനിതൊരു എപ്പിസോഡിൽ തീർക്കാം. ഒരു 20-25 മിനിറ്റ് വീഡിയോ ചെയ്തിട്ട് നിർത്താമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ
ഇത് മൊത്തമായിട്ട് കുറേ കാണിക്കുകയാണെങ്കിൽ ഒരുപാട് നീളമുള്ള ഒരു വീഡിയോ ആയിപ്പോവും. ഇവിടുന്ന് ഇതുണ്ടോ, ഇവിടുന്ന് പുറത്തേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, ഒരുപാട് ചെറിയ ചെറിയ ബോട്ടുകൾ അവിടെ ഇങ്ങനെ നങ്കൂരിട്ടിട്ടുണ്ട്. ടൂറിസ്റ്റുകളൊക്കെ അടിച്ച് പൊളിച്ച്. നിങ്ങൾ എന്തായാലും തായ്ലൻഡിൽ വരികയാണെങ്കിൽ, ഞാൻ പറയുന്നത് ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഇവിടെയൊക്കെയാണ് വരേണ്ടത്. അല്ലാതെ പട്ടായോ മറ്റേ ഞാൻ പറഞ്ഞ പോലെ അങ്ങോട്ടേക്കൊന്നും പോവാതെ നേരെ ഇവിടെ വന്ന് ഒരാഴ്ച, ഒരു 5-6 ദിവസം ഇവിടെ ഈ ഐലൻഡിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും വെർത്തായിരിക്കും. കൗണ്ടറിലുള്ള ബാർടെൻഡർ കണ്ടില്ലേ, ഡ്രസ്സൊന്നും ഇടാതെ ഷർട്ടൊന്നും ഇടാതെയാണുള്ളത്. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു വാദ്യോപകരണമുണ്ട്. അയാളത് ഇവിടുത്തെ ഒരു സ്റ്റൈലിൽ നമുക്ക് വേണ്ടിയിട്ട് അത് അയാൾ വായിച്ച് കേൾപ്പിച്ചു തന്നതാണ്. ഇന്റീരിയർ ഡിസൈൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അപാര ക്ലാസിക് ലുക്കിലാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ എന്താ പറയാ, ഒന്നും പറയാനില്ല. ഇതിലെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ എവിടെയൊക്കെ എങ്ങനെയാ ഷൂട്ട് ചെയ്യേണ്ടതെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. അത്രയ്ക്കും ഇവിടെ ഷൂട്ട് ചെയ്താൽ ഇന്നൊന്നും തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര ഇത് ഇവരുടെ കിച്ചണാണ്. ഇത് കണ്ടില്ലേ, ഒരു ബാറാണ് ഈ ചെയ്ത് വെച്ചിരിക്കുന്നത്. 20 വർഷമായി ഇപ്പോൾ ഇത് ചെയ്തിട്ട്. ഇവിടെ എനിക്ക് തോന്നുന്നത്, ഞാൻ യൂട്യൂബിൽ തപ്പി നോക്കിയപ്പോൾ എനിക്ക് ഇന്ത്യൻ ലാംഗ്വേജിലുള്ള ഒരു വീഡിയോസും കാണാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു ഇംഗ്ലീഷിലുണ്ട്, യൂട്യൂബിലുണ്ട്, പക്ഷേ ഇന്ത്യൻ ലാംഗ്വേജിൽ മലയാളത്തിലോ അല്ല ഹിന്ദിയിലോ ഒന്നും എനിക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടില്ല ഒരു വീഡിയോസും യൂട്യൂബിൽ. ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ഇവിടെ വേറെ ഇരിക്കാനുള്ള വേറെ ഒരു സൗകര്യം ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ നടുവിൽ കണ്ടില്ലേ ഒരു മരമുണ്ട്, ഒരു ട്രീ ഉണ്ട്. അതിൻ്റെ ചുറ്റും ഇരിക്കാനുള്ള ഒരു സൗകര്യം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ അതുണ്ടല്ലേ, ഒരു ഷിപ്പിൻ്റെ മാതൃകയിൽ ആണ് ഇതിൻ്റെ എലിവേഷൻ. ഇങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിൽ ഇതുണ്ടല്ലേ, അവിടെ ഇരിക്കാൻ വേറെ ഒരു സൗകര്യം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഇപ്പം ഞാൻ കയറി വന്ന ഇവിടെ ഇത് ഏറ്റവും ടോപ്പിലാണ് ഇപ്പം ഞാൻ കയറി വന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് താഴേക്ക് ഇറങ്ങാം. അതായത് ഒരു ബീച്ചിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഒരു കാട് പോലെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഒരു പഴയ എത്രയോ വർഷം പഴക്കമുള്ള ഒരു ബിൽഡിംഗ് എങ്ങനെ ഉണ്ടാവും അതേപോലെയാണ് ഇതിവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. അതിമനോഹരം എന്ന് പറഞ്ഞാൽ അതിമനോഹരം, ഒന്നും പറയാനില്ല. ഒരു രക്ഷയില്ലാത്ത വ്യൂ. എന്ത് രസമാണ് നമുക്ക്. ഇതുണ്ടല്ലേ, ഇവിടെ എല്ലാവരും വളരെ റിലാക്സ് ചെയ്തുകൊണ്ട് ഇതിലെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ പല വഴികളാണ്, എല്ലാം സ്കൈ വാക്കാ. ഇതുണ്ടോ, ഇവിടെ വേറൊരു ആർട്ട് ഗാലറി. ഈ ആർട്ട് ഗാലറി ജസ്റ്റ് അതിൻ്റെ പേരാണ് ആർട്ട് ഗാലറി എന്ന്. ഇത് ഇവിടെ വേറെ ഒരു കൗണ്ടർ, ഇവിടെ ഇരിക്കാനുള്ള ഇവിടെ വേറെ ഒരു സെറ്റപ്പ്. അതുണ്ടല്ലേ, ഇവിടെ വേറെ ഒരു കൗണ്ടർ. അതിൽ താഴേക്ക് ഇറങ്ങാം. അവിടെ താഴേക്ക് ഇറങ്ങാനുള്ളൊരു വഴി. എന്താണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്? എനിക്ക് തന്നെ ഭയങ്കര അത്ഭുതം തോന്നുന്നുണ്ട് ശരിക്കും കേട്ടോ. ഇവിടെ എന്തായാലും നിങ്ങൾ മിസ് ചെയ്യാണ്ട് വരേണ്ട ഒരു വളരെ അതിമനോഹരമായ ഒരു സ്ഥലമാണിത്. ഇപ്പി ബാർ കൊപ്പയാമില്ലേ. ഇവിടുന്ന് പിന്നെ നമ്മൾ നടന്ന് ഇങ്ങോട്ടേക്ക് പോവാ. എങ്ങോട്ടാ പോകേണ്ടതെന്ന് എനിക്ക് തന്നെ മനസ്സിലാകുന്നത്. ഇങ്ങോട്ടേക്ക് പോവാണെങ്കിൽ ഇത് കണ്ടില്ലേ, അതിമനോഹരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിമനോഹരം. എല്ലാം വുഡ് കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വേറെ ഒരു കൗണ്ടർ. ഇത് വേറെ ഒരു ജ്യൂസ് കൗണ്ടർ. ഇവിടെ ചെറിയൊരു കൗണ്ടർ.
ഇവിടെ കുറച്ച് പേര് ഇതുണ്ടല്ലേ, ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഹായ്. ഏത് വഴിയിലൂടെ എങ്ങോട്ട് പോകണമെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. കാരണം ഒരുപാട് വഴികൾ ഇതുണ്ട. ഇപ്പം മുകളിലെ ബാൽക്കണിയിൽ നിന്നാണ് ഞാൻ ഇപ്പം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. താഴത്തെ ഇതുണ്ടല്ലേ, ഇവിടെ ചെറിയൊരു ബ്രിഡ്ജ്, വേറെ അപ്പുറത്തേക്കുള്ള പാട്ടിലേക്ക് നടന്നു പോകാനുള്ള ഒരു ചെറിയൊരു വഴി. എല്ലാം വുഡ് കൊണ്ടാണ് ചെയ്തത്. മുളയും ഉപയോഗിച്ചിട്ടുണ്ട് ഇത് ഉണ്ടാക്കാൻ വേണ്ടി. പിന്നെ ഇതിൻ്റെ മുകളിൽ ഇത് കണ്ടില്ലേ, വേറെ ഒരു ഹട്ട്. അവിടെ നമുക്കൊന്ന് അവിടേക്ക് കയറി നോക്കാം. കപ്പിൾസ് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ മുകളിലേക്ക് വേറെ ഒരു, ഇതിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിലേക്കാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ മുകളിലേക്ക് കയറി ഇത് കണ്ടില്ലേ, ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ. ഏറ്റവും മുകളിൽ നിന്നുള്ള വ്യൂ ആണിത്. ഒരു കാട് തന്നെ, ശരിക്കും ഒരു കാട്. പല സ്റ്റെപ്പുകളായിട്ടാണ് ഇവരിത് ചെയ്തിട്ടുള്ളത്. ഇത് കണ്ടില്ലേ, ഒരുപാട് ഏരിയ ഉണ്ട്. അവിടെ വേറൊരു ഹട്ട് പോലെ വേറെ അവിടെ കപ്പിൾസൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവിടെ പൂക്കളും ഒന്നും പറയാനില്ല. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഇതിന് ഹിപ്പി ബാർ എന്ന് പേര് വരാൻ കാരണം കുറെ ഹിപ്പി ലൈഫ് സ്റ്റൈല് നയിക്കുന്ന, അതായത് ഹിപ്പി ജീവിതം നയിക്കുന്ന ഒരുപാട് ആൾക്കാർ, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബാറാണിത്. ഇവിടെ ഇപ്പോൾ അവര് പൂൾ ടേബിള് കളിച്ചോണ്ടിരിക്കുകയാണ്. ഇതുണ്ടല്ലേ, ഇവരുടെ മുടിയുടെ സ്റ്റൈലൊക്കെ ഉണ്ടല്ലേ. ഇതുണ്ടല്ലേ, എങ്ങനെയാണ് ഇത് ഇവർ കുളിക്കുമ്പോൾ എങ്ങനെയാണ് ഷാമ്പൂ ഒക്കെ ചെയ്യുന്നത് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ വേറെ ഇരിക്കാനുള്ള ഒരു സൗകര്യം. ഇവിടെ ചെറിയൊരു പോണ്ട്, ആ പോണ്ടില് മീനുകള്. മൊത്തം ഇത് മരം കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ഈ പോണ്ടില് നിറയെ മീനുകളുണ്ട്. ഒന്നും പറയാനില്ല. ഇവിടുത്തെ കാഴ്ച എന്ന് പറയുന്നത് വളരെ 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 നമുക്ക് എന്താ പറയാ, അത്ഭുതം തോന്നുന്ന വിധത്തിലുള്ള കാഴ്ച. അതിൻ്റെ ഇടയ്ക്ക് ഈ കൗണ്ടർ വളരെ മനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. വളരെ ക്ലാസിക് ലുക്കിൽ കണ്ടില്ലേ, ഒത്തിരി രസമായിട്ടാണ് ഇന്റീരിയർ ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല, ഈ ബാർ ടെൻഡർ ആള് ഒരു ഭയങ്കര ഫണ്ണിയാണ്. ഇതിന്റെ പേര് ഹിപ്പി ബാർ എന്നാണെങ്കിലും ഇവിടെ നല്ല അടിപൊളി ഫുഡും കിട്ടും. പിന്നെ അത് മാത്രമല്ല, ജ്യൂസ് കാര്യങ്ങളൊക്കെ കിട്ടും. വെറും ബാറിൽ കിട്ടുന്ന ആൽക്കഹോൾ മാത്രമാണെന്ന് വിചാരിക്കരുത്. ഇവിടെ നല്ല വലിയൊരു അടിപൊളി റെസ്റ്റോറൻ്റ് ആണ് ഇത്. ഈ ടേബിളും ഈ ചെയറൊക്കെ ചെയ്തിട്ടുള്ളത് എല്ലാം മരത്തിലാണ്. അത് കൂടാണ്ട് ഈ മരത്തിൻ്റെ പഴക്കം ഞാൻ പല പ്രാവശ്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 100 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള മരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതില് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുണ്ടോ, മൊത്തം സ്കൈ വാക്കാണ് വുഡ് കൊണ്ടുണ്ടാക്കിയത്. ഇതിൽ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു വലിയ ബദാമിൻ്റെ മരമുണ്ട്. ഇവിടുന്ന് താഴേക്ക് നോക്കുമ്പോൾ കണ്ടില്ല, അവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ അവിടെ ടൂറിസ്റ്റുകളൊക്കെ അവിടെ ഇരുന്ന് ഫുഡ് ജ്യൂസൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
ഇതിൻ്റെ റൂഫ് മേഞ്ഞിരിക്കുന്നത് പനയോല കൊണ്ടാണ്, കണ്ടില്ല? ഇത് കണ്ടില്ലേ? എന്തൊരു വല്ലാത്തൊരു അറ്റ്മോസ്ഫിയർ ഇവര് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ. ഭയങ്കര രസമുള്ളൂ, ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുണ്ട്. ഇവിടുന്ന് നമുക്ക് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത കാഴ്ച. ഇവിടെ 2 പനമരം നിൽക്കുന്നുണ്ട്, കണ്ടില്ലേ? ഇവര് പ്രകൃതിക്ക് ഒരു ദോഷവും ചെയ്യാത്ത വിധത്തിലാണ് ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. ഈ ഇപ്പി ബാറിൻ്റെ ഏറ്റവും ഫ്രണ്ടിലത്തെ എലിവേഷൻ്റെ ആ ഒരു ഡിസൈനിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഞാൻ കയറി നിൽക്കുന്നത്. ആ ഒരു ഷിപ്പിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം ഇതുപോലെയാണ് ഉള്ളത്. ഇവിടെ നിൽക്കുമ്പോഴുള്ള ഇവിടെ നിന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പല തട്ടുകളായിട്ട് ആണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഹൈലൈറ്റ് ഈ ഒരു വലിയൊരു ബദാം മരം ഇതിൻ്റെ ഫ്രണ്ടിലുണ്ട്. ഇപ്പി ബാറിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് പണിത് വെച്ചിട്ടുണ്ട്. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ ബീച്ചിലേക്കാണ് ഇറങ്ങുന്നത്. ഇതാണ് ബീച്ച് വ്യൂ. ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും വന്നിരിക്കേണ്ട ഒരു ഐലൻഡാണ് കൊപ്പയാം ഐലൻഡ്. തായ്ലൻഡിൽ ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ ടൂറ് വരുന്നുണ്ട്. പക്ഷേ ഇതേപോലുള്ള ഐലൻഡുകളിലൊന്നും വരുന്നില്ല എന്നുള്ളതാണ്. ഇതേപോലുള്ള ഐലൻഡുകളിൽ വരികയാണെങ്കിൽ നിങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് വളരെ ഭംഗിയായിട്ട് ഒരു 4-5 ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് വരുന്നത് എന്തായാലും വർത്തായിരിക്കും. ഇപ്പി ബാറിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ ആണിത്. എല്ലാം വളരെ വൃത്തിയായി സൂക്ഷിച്ചിട്ടുണ്ട്. നല്ല ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വേസ്റ്റുകളോ ഒന്നും നമുക്ക് ഈ ബീച്ചിൽ കാണാൻ പറ്റുന്നതല്ല. ഈ കടലിലെ വെള്ളം തന്നെ വല്ലാത്തൊരു അട്രാക്ഷനാണ്. കാരണം ഈ വെള്ളത്തിൻ്റെ കളർ ചിലപ്പോൾ ക്യാമറയിൽ എനിക്ക് അറിയില്ല എന്ത് കളറാണ് കാണുന്നത്. പക്ഷെ ഞാൻ കാണുന്ന കളറെന്ന് പറഞ്ഞാൽ വളരെ ഒരു ഗ്രീനിഷ് ആയിട്ടുള്ള ഒരു കളറാണ്. ഇതാണ് ഇപ്പി ബാറിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ നല്ല വീഡിയോസൊക്കെ ആയിട്ട് അസുഖമൊക്കെ മാറിയിട്ട് പെട്ടെന്ന് വരാം. ഓക്കെ.